അവൻ ആവശ്യപ്പെട്ടിട്ടല്ലോ ഇത്രയും സ്വർണവും പണവും അവക്ക് കൊടുക്കാന്ന് നീ പറഞ്ഞത്. അതെങ്ങനെയാ മാഷെ? ഒന്നുമില്ലാതെ ഞാൻ അവളെ പിന്നെ... അതെ, പറ്റില്ല. അതുകൊണ്ടാണല്ലോ തൽക്കാലം ഈ വഴി അനുസരിക്കാൻ ഞങ്ങൾ പറഞ്ഞത്. ഇത്രയും കാലം നിന്റെ കുടുംബത്തിൽ കഴിഞ്ഞ ഒരു പെൺകുട്ടി, നീ സഹോദരിയെ പോലെ കരുതി നൽകുന്ന സഹായം, അതിന്റെ മുമ്പിൽ ഈ തെറ്റൊരു തെറ്റല്ല പ്രഭാര. അവറാന് പകരം വേറെ ആര് വന്നാലും കച്ചവടം നടക്കുന്നത് ഇത് തന്നെ വേണം. ഈ കാര്യത്തിൽ ഇനി ആലോചിക്കാനൊന്നുമില്ല. നമ്മളതങ്ങ് ഉറപ്പിക്കാൻ പോവാ. എന്നാലും ഒരെന്നാലുമില്ല. എല്ലാവരും കൈയടിച്ചേ. ഗതികേട് കൊണ്ടാണെങ്കിലും താങ്കൾ ഒരു വിപ്ലവ പ്രവർത്തനത്തിൽ പങ്കാളിയായി. അഭിവാദ്യങ്ങൾ. എന്ത് സരോമേ, എന്തു പറ്റി? നാളെ നിന്റെ കഴുത്തിലും കയ്യിലും എല്ലാം സ്വർണ്ണപ്പണ്ടം ഉണ്ടാവൂലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സന്തോഷം. നാളെ പ്രഭാകരന്റെ അച്ഛന്റെ പേരിലുള്ള സ്ഥലം കച്ചോടാ. അത് കഴിഞ്ഞ നിന്നെയും കൂട്ടി ടൗണിലേക്ക് പണ്ടം എടുക്കാൻ പോവും. അടുത്ത ആഴ്ച നല്ലൊരു മുഹൂർത്തം നോക്കി അമ്പലത്തിൽ വെച്ച് കല്യാണം. അറിഞ്ഞാ വല്ല മുടക്കം പറഞ്ഞു വന്നാലോ എന്ന് കരുതി ഇവിടെ ആരെയും അറിയിച്ചിട്ടില്ല. പക്ഷെ അമ്മേ, ഞാൻ സുരേഷ് നല്ലവനാ, നല്ല അധ്വാനി. ഒരു വീട് വയ്ക്കാനുള്ള ബന്ധപ്പാടില്ലാത്രേ അവൻ. ബാക്കി പൈസ അവനെ ഏൽപ്പിക്കാന്ന പ്രഭാകരൻ പറഞ്ഞേ. എന്നിട്ട് വേണം എനിക്കും അവനും കൂടി സ്വസ്ഥമായൊരിടത്തേക്ക് മാറി താമസിക്കാൻ. നിന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അതിപ്പോ മാറി. എന്റെ മോൾക്ക് നല്ലതേ വരുമെന്നും. കാണാതായപ്പോ ഞാൻ കരുതി നീ പതിവുകളൊക്കെ തെറ്റിച്ചു. സാരമില്ല, നീ പോയാലും അമ്മ ഇവിടെ ഉള്ളപ്പോ എന്റെ പതിവുകളൊന്നും തെറ്റില്ല. എന്തു പറ്റി എന്റെ കേളമ്പാറ്റയ്ക്ക്? എന്നെ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെന്ന് അഭിമാനിക്കുന്നുണ്ടാവും അല്ലേ പ്രവേട്ട? ആ, ഇല്ല അതില്ല. രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഈ വീട്ടിൽ ഒരാളോടൊപ്പമായിരിക്കുമെന്ന് കുറെ ദിവാസ്വപ്നം കണ്ടു. അത് വിട്ടിത്തുപോയല്ലേ പ്രവേട്ട? ഓരോ തവണ മിണ്ടിയും പിണങ്ങിയും കഴിയുമ്പോഴും എന്റെ മനസ്സറിയുന്ന ഒരാളാണല്ലോ ഇവിടെ ഉള്ളതെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ അത് തെറ്റി. രാധേ, ഒരൊറ്റ തവണ പോലും നീ എന്നോട് അങ്ങനെയൊന്നും... പറഞ്ഞു ഒരുപാട് തവണ. പക്ഷെ അതിന് ശബ്ദം ഉണ്ടായിരുന്നില്ല. അത് കേട്ടിരിക്കുമെന്ന് വിചാരിച്ച ഞാൻ വിട്ടിയായി. വീട്ടുകാര്യത്തിലായാലും നാട്ടുകാര്യത്തിലായാലും പ്രഭേട്ടൻ അവനോടെ തന്നെ കാണാറുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാനാവില്ല ഒരിക്കലും. അവസാനം ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് താൻ സമ്മതിച്ചു അല്ലേ? സന്തോഷം. കണ്ടേ, ആകാശം കൊടുക്കും. മാഷേ, ആ പൈസ മേടിച്ചു. എന്റെ പണം കൈകൊണ്ട് തൊട്ടാൽ അശുദ്ധമായി എന്ന തോന്നല് വേണ്ടാഞ്ഞിട്ടാവും. ചണ്ടേ, മാഷയുടെ കൊടുക്കും. മാഷേ, ഇനി എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാലങ്ങളായിട്ട് ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അഴിമതി ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാശുണ്ടാക്കാൻ പല നക്കിത്തുരവും കാണിച്ചു. ഓരോ തവണയും ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി
പലതും ചെയ്തു. പക്ഷേ ഈ പ്രഭാകരൻ, ഈ കറകളഞ്ഞ ഗാന്ധിയൻ എന്നെ ശരിക്കും തോപ്പിച്ചു. അതേ പ്രഭാകര, കയ്യിലുള്ള ഒരു തുണ്ട് ഭൂമി പോലും മറ്റുള്ളവർക്കായി വിട്ടുകൊടുത്തിട്ട് തെരുവിലേക്ക് ഇറങ്ങിപ്പോയാലുള്ള ഈ മനസ്സിന്റെ വലിപ്പം ഞാനിപ്പോഴറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോ പ്രഖ്യാപിക്കുന്നു, ഇനി തോന്നൂർക്കര ഗ്രാമപഞ്ചായത്തിനെ പ്രഭാകരൻ നയിക്കും. ഞങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രഭാകരനെ സപ്പോർട്ട് ചെയ്യും. അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ പ്രഭാകരനായിരിക്കും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. വേണ്ട അവറാച്ച, അവറാച്ചന്റെ മാറിയ മനസ്സുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ആയിക്കോട്ടെ, എന്നാൽ നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. ആ ഗ്യാപ്പിൽ എന്നോടും ക്ഷമിച്ചു എന്ന് പറയണം. ചിരിച്ചു. അപ്പൊ ക്ഷമിച്ചു എന്ന് ഉറപ്പായി. അതെ അതെ, എന്നാ നമുക്ക് അങ്ങോട്ട് ഒപ്പിട്ടാലോ? അമ്മയും രാധയൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. മാഷ് അവരെ കൂടി സ്വർണ്ണക്കടയിലേക്ക് പൊക്കോളൂ, ഞാൻ എത്തിക്കോളാം. പ്രഭാകരനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളാം. വരും. ശരി മാഷെ. ഇതെടുത്തേ. ഇത് നന്നായിട്ടില്ലേ? ആഹാ, ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. കാശ് കൊടുത്താ ഇറങ്ങാം. കൊടുക്കായിരുന്നില്ല മാഷെ? നീ വന്നിട്ടാണെന്ന് കരുതി. ഓ, ബില്ല് എഴുതി. ശരി സാർ, കൊടുത്തിട്ട് വരാം. സാർ. ഓ, സാറവിടെ ഇരുന്നോളൂ, ചെക്ക് ചെയ്ത് വരാൻ അല്പം സമയമെടുക്കും. ഓ, ആരാ? ആ സോഫയിലിരിക്കുന്ന ആളാ. ആ പേപ്പർ വായിക്കുന്നത്? അത് തന്നെ. ഓക്കെ. എഴുന്നേക്കാൻ. സ്വർണവും കൊണ്ട് കടന്നു കളയാമെന്ന് കരുതി അല്ലടാ? അയ്യോ സാറേ, എന്താ കാര്യം? ആരിക്കുന്നതല്ലേ? അതോ മോന്റെ കൂടെ നിങ്ങൾക്ക് വഴിയാണോ? നടക്കണം. ഞാനൊരു പഞ്ചായത്ത് മെമ്പറാ, അങ്ങനെ വരട്ടൊന്നും വേണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ പറയും. അത് ശരി, കള്ളനോട്ട് കൊടുത്ത് സ്വർണം വാങ്ങിയതും പോരാ, വർത്തമാനം പറയുന്നു. കള്ളനോട്ടോ? ഇത് എവിടെ നിന്ന് വന്നു നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ൂക്കിയെടുത്ത് വണ്ടിയിലുള്ളൂ. രൂപയുടെ കള്ളനോട്ടുകളുമായി നഗരത്തിലെ ഒരു ജ്വല്ലറിയിൽ വെച്ചാണ് പ്രഭാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തോന്നൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രഭാകരൻ സമീപകാലത്ത് കായൽ നികത്താനുള്ള പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ കഴുത്തറ്റ മണ്ണിലിറങ്ങി നിന്ന് നിരാഹാര സമരം നടത്തി വിജയിപ്പിച്ചിരുന്നു. കണ്ടില്ലേ, ആന പിണ്ടിയിരുന്നത് കണ്ടിട്ട് മുയല് മുക്കിയതിന്റെ ഫല. പറയാൻ പറ്റില്ല, ചില പാവം തന്നെ കള്ളനോട്ട് കൊടുത്തതാണെങ്കിലും. ശരിയാ, ഈ സമരവും രാഷ്ട്രീയമൊക്കെ കള്ളത്തരത്തിന് നല്ല മറയില്ലേ. പ്രഭേട്ടനെ അവരാൻ ചതിച്ചത് രഞ്ജനി, എനിക്കറിയാം. അത് കോടതിക്കും ബോധ്യാവും, ഉറപ്പ്. ഇത് വെച്ചേക്ക്. കുറച്ച് സ്വർണ്ണ നിന്റെ പ്രഭേട്ടം വിചാരിച്ച പോലെ ആയില്ലെങ്കിലും അത്ര മോശമാവാൻ പാടില്ല നാളത്തെ നിന്റെ കല്യാണം. വേണ്ട, ഇനി അങ്ങനെ ഒരു ചടങ്ങുണ്ടാവില്ല. വേണം രാധേ, ചില കാര്യങ്ങൾ ഒരു തവണ മുടങ്ങിയ പിന്നെ ഒരിക്കലും അത് സംഭവിക്കില്ല.
പക്ഷെ മോളെ, ഇല്ല, ആരും അറിയില്ല. ഇങ്ങനൊരവസ്ഥയില് നാളെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ സുരേഷ് തയ്യാറായില്ലേ? ആ നല്ല മനസ്സിന് മുമ്പില് ഇതൊന്നും ഒന്നുമല്ല. രാധയ്ക്ക് നല്ലതേ വരൂ. പ്രഭേട്ടൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. തിടുക്കായി പോയി എന്നറിയാം. എന്നാലും പ്രഭേട്ടൻ വരുന്നവരെ കാത്തു നിൽക്കാറുന്നത് സാരമില്ല, നന്നായി. ഒരുപക്ഷെ പ്രഭേട്ടൻ പുറത്തു വന്നില്ലെങ്കിലോ? ഇപ്പൊ കുറ്റക്കാരനാണെന്ന് സംശയമുള്ളൂ. നാളെ കോടതി വിധിക്കുന്നതോടെ പ്രഭാകരൻ ശരിക്കൊരു കള്ളനാവും. പിന്നെ ഒരു കള്ളന്റെ പെങ്ങളായിട്ടായിരിക്കും ഇവള് നിന്റെ കൂടെ ഇറങ്ങി വരിക. അതേതായാലും വേണ്ട, ചെയ്തത് നന്നായിടാ. വീട്ടിലായാലും നാട്ടിലായാലും പ്രഭേട്ടൻ അവനവനെ മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ട് മറ്റു പലതും പോലെ ഈ ഒരു ചതിയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അല്ലേ മോളെ? നിങ്ങൾക്കൊക്കെ ഞാൻ ഒരുപാട് നാണക്കേടുണ്ടാക്കിയല്ലടാ. പ്രധാനം പറ, ഈ ഒറ്റിന് പേരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏയ് ഒന്നും വേണ്ട, ഒക്കെ എന്റെ വിധിയാവും. എത്ര വർഷത്തേക്കാ കോടതി ശിക്ഷിക്കാന്നറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിറങ്ങുന്നത് വരെ അമ്മ അവിടെ ഒരു വെറും വേലക്കാരിയെ പോലെ കഴിയേണ്ടി വരും. അത് ഓർക്കുമ്പോഴേ ഉള്ളൂ സങ്കടം. ഇന്നേ വരെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞ ഇങ്ങനൊരു മകൻ ജനിക്കേണ്ടായിരുന്നു, അല്ലേ അമ്മേ? അതെ, സമയം കഴിഞ്ഞു. ശരിയാ, സമയം കഴിഞ്ഞു. സമയം കഴിഞ്ഞു എന്ന് ചിന്തിക്കാൻ വരട്ടെ പ്രഭാകര. നാളെ കോടതി ഉണ്ടല്ലോ. നിനക്ക് വേണ്ടി ഏറ്റവും നല്ല വക്കീല ഹാജരാകുന്നത്. അതുകൊണ്ട് എന്താ കാര്യം? കാര്യം ഉണ്ടാവും. ആ പണം ഞങ്ങൾ തന്നതല്ലെന്ന് വാദിക്കാനല്ലേ അവറാച്ചന് പറ്റൂ. അല്ലാതെയും വഴിയുണ്ടാകും. പ്രതിഭാഗം വക്കീലിന് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? യുവർ ഓണർ, കഴിഞ്ഞ വിചാരണ ദിവസം വെളിപ്പെടുത്തിയതുപോലെ പ്രസിഡന്റ് അവറാച്ചൻ എന്റെ കക്ഷിക്ക് നൽകിയത് 6 ലക്ഷം രൂപയുടെ ഇന്ത്യൻ കറൻസി തന്നെയായിരുന്നു. അതിൽ എന്റെ കക്ഷി അറിയാതെ 5,40,000 രൂപ മാറ്റി പകരം കള്ളനോട്ട് വെച്ചത് മറ്റൊരാളാണ്. ആ യഥാർത്ഥ പ്രതി കുറ്റമേറ്റു പറയാൻ എത്തിയിട്ടുണ്ട്. ഹാജരാക്കാൻ കോടതി അനുവദിക്കണം. യെസ്, പ്രൊസീഡ്.